ഹായ് ഫ്രണ്ട്സ്, തരമ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചാൽ മുല്ലക്കൊടി അയാർമുനമ്പ് മഖാം പരിസരത്താണ്. അതെ, നമ്മളിവിടെ പണ്ട് നേർച്ചക്കലം വരുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് കയറി തൊഴുതതാണ്. അപ്പോൾ ആ നേർച്ചൻ്റെ ഒരു വീഡിയോ, ഉറൂസിൻ്റെ വീഡിയോയിൽ ഈ ചാനലിലുണ്ട്. അതെ, വളവട്ടണം പുഴേൻ്റെ അരികു ചേർന്നിട്ടാണ് ഈ മഖാമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി രമണീയത ഏറെയുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് വിചാരിച്ചാൽ ഇന്നലെ പെയ്ത മയക്ക് ഇന്ന് പൊടിച്ച തവരാന്നുള്ളത് നമ്മൾ തമാശക്ക് പറയാറുണ്ട്. ആ തവര ഇല നുള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ? അതെ, കർക്കിടക മാസം ഒരു തവരേൻ്റെ തോരനെല്ലാം വെച്ച് കഴിക്കണം എന്നല്ല ഒരാഗ്രഹം. അതെ, അത് അത്യുത്തമമാണ്. നമ്മള് വറവ് എന്നാ പറയാ. അപ്പൊ വറവ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തോരൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതെ, അപ്പോൾ അത്യുത്തമാണ്. നിങ്ങൾ ഇത് എല്ലാവരും നമ്മളെ ലൈഫിൽ, അതായത് നമ്മളെ ലൈഫിൽ എപ്പോഴും ഈ കർക്കിടക മാസം ആകുമ്പം ഒരുപാട് ഇലക്കറികൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇലക്കറിയാണ് ഈ തവര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഒന്ന് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തണം. എപ്പോഴും ഏത് സമയത്തും ഇലക്കറികളിലേക്കെല്ലാം മാറാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് അല്ലേ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ തവരച്ചപ്പെല്ലാം പറിച്ച് നമ്മൾ സഞ്ചിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. ഇപ്പം നമ്മൾ ഇളയമ്മേൻ്റെ വീട്ടിലെത്തി. അപ്പൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇളയെന്ന് പറഞ്ഞത് തവരച്ചപ്പ് മാത്രം വറുക്കാൻ പാടില്ല, അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചേർക്കണം. ഇവിടുന്ന് സിലോൺ ചീര പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിലോൺ ചീര പൊട്ടിക്കുന്നതിന് ഇപ്പോൾ കുറച്ച് തവരച്ചപ്പ് നമ്മൾ ഇളയമേൻ്റെ അടുക്കും അപ്പുറത്തെ ഇളയമേൻ്റെ അടുക്കും എല്ലാം കൊടുത്തു അല്ലേ. അപ്പൻ്റെ വീടാണ്. അപ്പൻ്റെ വീട്ടിലും പിന്നെ അപ്പുറത്ത് ഇളയമേൻ്റെ അടുക്കും കൊടുത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇത് നന്നായി കഴുകുക. നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുകയെന്ന് വന്നപാടെ തന്നെ കഴുകി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുക്കേണ്ട പണിയാണ്. ഇപ്പം ഞാൻ കുറച്ച് അരിഞ്ഞിരുന്നു, പിന്നെ മനോട്ടൻ പറഞ്ഞു ഞാൻ അരിയാന്ന് പറഞ്ഞു. ബാക്കി ഞാൻ അരിഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മനോട്ടൻ ഫസ്റ്റ് അരിയാൻ കിട്ടുന്നില്ല കേട്ടാ. ഞാൻ പറഞ്ഞു നല്ല നേരം ഇങ്ങനെ അരിയണം. അപ്പോൾ കംപ്ലീറ്റ് അരിഞ്ഞ് നിങ്ങൾ ഈ കാണുന്നൊരു പരുവത്തിലായി. അതെ, അവിടുന്ന് നന്നായി കത്തുന്ന അടുപ്പത്തിൽ ചട്ടി വെച്ചു. ചട്ടി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ അരിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ആ അരി നന്നായി മൂത്ത് വരുമ്പോൾ അല്ലേ, അങ്ങനെയല്ലേ, അതിലേക്ക് ചപ്പിട്ട് കൊടുക്കുക. ചെറിയൊരു ഇളക്കലും കഴിഞ്ഞ് അത് അരിക്ക് ഇങ്ങനെ കളറ് മാറും. വേണ്ട തയ്യാൻ പാടില്ല. ഇങ്ങനെ ചെറിയ കളറ് മാറുമ്പോൾ ഇതിങ്ങനെ നല്ല ഇതായിട്ട് വരും. നമ്മൾ പൊരിയില്ല അതുപോലെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ വെച്ച ഇല എടുത്തിടുക അല്ലേ. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ചട്ടിയിൽ നിറച്ചുണ്ടാകും. അപ്പോൾ അതൊന്ന് ഇളക്കി ചെയ്ത് കൊടുത്താൽ കുറച്ച് ഒതുങ്ങും. നമുക്ക് ബാക്കി ചപ്പും കൂടി ഇടാം. അപ്പോൾ ബാക്കി ചപ്പെല്ലാം ഞാൻ എടുത്തിടുകയെന്ന്. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വേകുന്നതിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക അല്ലേ. ആ ഇളക്കെല്ലാം തന്നെ വേവും അല്ലേ. ഇലക്കറികൾ വേവാൻ അത്രയൊന്നും പണിയൊന്നും ഇല്ലല്ലോ. അതൊന്നും പിന്നെ നിങ്ങളോട് ആരോടും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. തവരച്ചപ്പം എങ്ങനെ ശരിക്കും വറവ് ഇടണ്ടേന്ന് എനിക്ക് ശരിക്കും ഓർമ്മയൊന്നുമില്ല കേട്ടാ. സുമാറാന്ന് കൈയെടുത്തിട്ടെ
ശരിക്കും അരിയും വറ്റൽമുളകും തന്നെ വേണ്ടു. അതെ, എനിക്ക് കടുകാണോ ഇടുക അരിയാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമല്ലേ നമ്മൾ വറുക്കുന്നുള്ളൂ. അതെ അതെ. ഇവിടെ പല ഇലക്കറിയിൽ കൂടെ അരി ഇടുന്നതാണ്. മുന്നേ ഉള്ളവർ അങ്ങനെ തന്നെയാ ചെയ്യല്. അതെ, കൂമ്പും അതെല്ലാം വറുക്കുമ്പോൾ നമ്മൾ അരി തന്നെ ഇടുക. കാമ്പ് കൂമ്പ് അങ്ങനത്തെ എല്ലാം ചീരിയെല്ലാം വറുക്കുമ്പോൾ പക്ഷേ നമ്മൾ കടുക് തന്നെയാണ് ഇടുക. അപ്പൊ അതിലേക്ക് വെന്തതിന് ശേഷം അല്ലേ, വെള്ളം ഏതാണ്ട് വറ്റിക്കഴിഞ്ഞതിന് ശേഷം തേങ്ങ എടുത്തിട്ടു കേട്ടാ. അങ്ങനെ ഈ തേങ്ങയും കൂടി നന്നായി മിക്സായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആ വെള്ളം വറ്റിയിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇപ്പം തന്നെ അല്ലേ. അപ്പം അതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം വെലിഞ്ഞു പോയതിന് ശേഷം ഈ കാണുന്നൊരു രൂപത്തിലായി കിട്ടും അല്ലേ അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് അപ്പുറപ്പുറം ചുള്ളി അരുവിലാക്കി കുറച്ചും കൂടി വെള്ളം വറ്റിയതിന് ശേഷം സംഭവം നമ്മളെ തവരയിലത്തോരൻ റെഡി. അപ്പോൾ പിന്നെ ഇനി മനുവേട്ടൻ ഉണ്ണുന്ന വീഡിയോ ആണ്. ഇനിയിപ്പം തുടർന്ന് അങ്ങോട്ടേക്ക് ഈ തവരയില കൂട്ടിയിട്ട് ഉച്ചയൂണാണ്. നമ്മളെ സാധാരണക്കാരൻ്റെ ഉച്ചയൂൺ വീഡിയോയിൽ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളധികം ഉച്ചയൂണ് എന്തായാലും അത്യാവശ്യം വേണ്ടുന്ന രീതിയിലുള്ള നല്ല നല്ല കറികളുണ്ടാക്കും. ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ ഉച്ചയൂണിൽ പെട്ട തന്നെയാണ്. അങ്ങനെ നമ്മളെ അല്ലേ വീഡിയോ അല്ലേ, ഇന്നത്തെ ഈ വീഡിയോ നമ്മളെ തവരയില തോരൻ കൂട്ടിയുള്ള ഊണ് ഇവിടെ ഏതാണ്ട് അതിഗംഭീരമായിട്ട് ഊണലോടുകൂടി തീരാനായി. അപ്പോൾ ഗൈസ്, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബൈ ബൈ.